ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ വൈകുന്നേരം എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് പോകണമെന്ന്. ഇപ്പം ഞാൻ അവിടെയാട്ടോ ഉള്ളത്. പക്ഷേ ഞാൻ അമ്പലത്തിലൊന്നും കയറിയില്ല, ട്രെയിനിലൊക്കെ വന്നതല്ലേ, പിന്നെ കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ കയറാൻ. അപ്പം ഞാൻ നേരെ തന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ മെയിൻ ഫോക്കസ് ഇവിടെയുള്ള കടകൾ സാധനങ്ങളൊക്കെ ആയിരുന്നേ. ഈ കാണുന്ന ബാഗിനൊക്കെ 200 രൂപയുള്ള ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഓൾറെഡി ചോദിച്ചതായിരുന്നു. പിന്നെ കുറേ ചട്ടികൾ, ഓക്സിഡൈസ് ജ്വല്ലറീസ് അവിടെ കുറേ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അവർ കൊണ്ടുവന്ന് വെക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ഡൽഹി പോയ ടൈമിന് അവിടെ ഇതിന് 30 രൂപ, പിന്നെ ഈ ചോക്കോ സാധനത്തിനൊക്കെ 100 രൂപയുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും അവർ വിൽക്കുന്നത് 150ൻ്റെ മേലേക്കാണ്, 150 200 ആ ഒരു റേഞ്ചിലാണ്. നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, അവരത് കുറച്ച് തരുന്നില്ല. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ 30 രൂപേൻ്റെ കട. ഹോസ്റ്റലേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഫോർക്ക്, നൈഫ്, ഇതുപോലെ കുഞ്ഞു കുഞ്ഞി കണ്ടോ പ്ലേറ്റ്സൊക്കെ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സ്. ആ കപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി കപ്പാണ്. അതിനൊക്കെ 30 രൂപയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ. ഇവിടെ ഞാൻ അതിൻ്റെ 2 കടയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, വെറൈറ്റീസ് ഓഫ് കമ്മൽസ്. എനിക്ക് ഇതിവിടെയൊന്നും ഞാൻ അധികം നിന്നില്ല, എൻ്റെ മെയിൻ ഫോക്കസ് ആ 30 രൂപ കടയിലാട്ടോ. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ 30 രൂപേൻ്റെ കടയും ഇവിടെ ആ കടയിലുള്ളതുപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. ഇവിടെ അമ്മമാർക്കാണെങ്കിലും വീട്ടിലേക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് യൂസ് ആവുന്ന കുറേ സാധനങ്ങളുണ്ട്. ആ കപ്പിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല കപ്പുകളൊക്കെ ഉണ്ട്, നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ ആവശ്യമായിട്ടുള്ള ടിന്നുകൾ, അതൊക്കെ വെറും 30 രൂപയ്ക്ക് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഈ കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കണ്ട വേറൊരു സംഭവമാണ് 50 രൂപേൻ്റെ മാലകൾ. ഇതാണ് വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൻ്റെ ലുക്ക് ഉണ്ടായ. പിന്നെ സിന്ദൂരമൊക്കെ, ഇതൊക്കെ ഞാൻ വയനാട്ടിലുള്ളപ്പോൾ ഈ പൂപ്പൊലിക്കൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ പിന്നെ ഞാനത് വാങ്ങിയില്ല, എനിക്കെന്തോ പിന്നെ അത് വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ ഇതാണ് എറണാകുളത്തപ്പൻ്റെ അമ്പലം. പിന്നെ ഇവിടെ ഈ ഫിലിം ഫെസ്റ്റൊക്കെ നടക്കത്തില്ലേ, ആ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെയാണ് കേട്ടോ ഇത്. നമ്മൾ ടി വിയിലൊക്കെ കാണത്തില്ലേ ഈ ഫിലിമിൻ്റെ അവാർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഗ്രൗണ്ടൊക്കെയാണ്. ഇപ്പോൾ ഇന്നിവിടെ എന്തൊക്കെയോ മ്യൂസിക് കോൺസേർട്ടൊക്കെ ഉണ്ട്, അങ്ങനെ ക്രൗഡായി വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയോ മ്യൂസിക്കും സംഭവങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ലേറ്റ് ആവാതെ തന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി.